നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2010 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് രാജ്യത്തെ നടുക്കിയ ദന്തേവാഡ ആക്രമണം ഉണ്ടായത്. ദന്തേവാഡയിൽ സുരക്ഷാ സൈന്യം മാവോയിസ്റ്റ് വിരുദ്ധ ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾക്കായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വാഹനത്തെ IED ബോംബ് വെച്ച് തകർക്കുന്നു. അതിനുശേഷം അതിൽ നിന്നും രക്ഷപ്പെടാനായി കാട്ടിലേക്ക് ഓടിയ സുരക്ഷാ സൈനികരെ അവിടെയുണ്ടായിരുന്ന 300-ലധികം വരുന്ന ആയുധധാരികളായ കമ്മ്യൂണിസ്റ്റ് ഭീകരർ അഥവാ നക്സൽ ഭീകരർ ഇവരെയൊക്കെ വകവരുത്തുകയായിരുന്നു. 76 സുരക്ഷാ സൈനികരെയാണ് അന്ന് നമുക്ക് നഷ്ടപ്പെട്ടത്. 8ഓളം കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഈ ആക്രമണത്തിൽ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിന് വന്ന ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു. 76 സുരക്ഷാ സൈനികർക്കാണ് ഈ ആക്രമണത്തിൽ ജീവൻ വെടിയേണ്ടി വന്നത്. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇത് തീർച്ചയായും രാജ്യത്തെ നടുക്കിയ ഒരു ആക്രമണം തന്നെയായിരുന്നു. ഈ ആക്രമണം അതായത് ഇന്ത്യയുടെ ഈ പാരാമിലിറ്ററി ഫോഴ്സിനെ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തി, അതായത് ഒരു കെണിയിൽ അകപ്പെടുത്തിയിട്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. അത് വലിയ രീതിയിൽ ജീവനഷ്ടമുണ്ടായ ഒരു ആക്രമണമായിരുന്നു. ഈ ഒരു ആക്രമണത്തെ കമാൻഡ് ചെയ്തത് അന്ന് 30 വയസ്സുകാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരനാണ്. ഇത്തരത്തിൽ 26-ലേറെ ആക്രമണങ്ങൾ ഇയാൾ നേതൃത്വം നൽകി എന്നുള്ളതാണ്. 30 വയസ്സിൽ ഇത്ര പെർഫെക്റ്റായ ഒരു ആക്രമണം കമാൻഡ് ചെയ്തുവെങ്കിൽ ഇയാൾ എത്ര വയസ്സ് മുതൽ ഈ മാവോയിസ്റ്റ് സംഘത്തോടൊപ്പം ചേർന്ന് പരിശീലനം നടത്തി പ്രവർത്തിക്കുന്നയാളാണ് എന്ന് നമ്മൾ ആലോചിക്കണം. മാത്രമല്ല, ഇതിനുശേഷം ഇയാൾ 26ഓളം വരുന്ന ആക്രമണങ്ങൾ നമ്മുടെ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്കെതിരെ നടത്തിയിട്ടുണ്ട് എന്നും ചരിത്രം പറയുന്നു. അങ്ങനെയുള്ള ഒരാളിനെയാണ് അതായത് മദ്ദി ഹിദ്മ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇയാളെ സുരക്ഷാ സേന വെടിവെച്ചു കൊന്നത്. ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടാണ് ഒരു ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു. ഇയാൾ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ നക്സലിസത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടമാടിയിരുന്ന ചുവപ്പ് ഭീകരതയുടെ ഒരു നെടുന്തൂണായി മാറിയ ഒരു ഭീകരനെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഇയാളുടെ വധം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നക്സൽ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. മാത്രമല്ല, ഇതിനെ ഒരു അവസാനത്തെ ആണിയായിട്ടൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. 2006 മാവോയിസ്റ്റ് ഭീകരവാദത്തെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 2013 182 ജില്ലകളാണ് ഇന്ത്യയിൽ നക്സലൈറ്റ് അഫക്റ്റഡ് ഡിസ്ട്രിക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അതായത് നക്സൽ ബാധിത ജില്ലകൾ 182 എണ്ണമായിരുന്നു. ഇന്നിപ്പോൾ അത് 18ആയി കുറഞ്ഞിരിക്കുകയാണ്. നക്സൽ ആക്രമണങ്ങളിൽ മരിക്കുന്ന സാധാരണക്കാർ, നക്സൽ ആക്രമണങ്ങളിൽ മരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. നക്സൽ ആക്രമണങ്ങളും കുറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ നക്സൽ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മാവോയിസ്റ്റ് ഭീകരന്മാർ ഓരോന്നോരോന്നായി ഇപ്പോൾ 100 കണക്കിന് ആളുകളാണ് ഓരോ സംസ്ഥാനത്തും ആയുധം താഴെ വെച്ച് സർക്കാരിന് മുന്നിൽ കീഴടങ്ങുന്നത്. ഇങ്ങനെ നക്സലിസം ഭാരതത്തിൽ അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടികളും അവസാന ഘട്ടത്തോടടുക്കുകയാണ്. അതിലെ അവസാനത്തെ ആണിയാണ് ഈ പറയുന്ന മദ്ദി ഹിദ്മയുടെ വധം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇതിനൊക്കെ എങ്ങനെയാണ്, അതായത് മുൻകാല സർക്കാരുകൾ ഇത്തരത്തിൽ ചുവപ്പ് ഭീകരതയുടെ മുന്നിൽ ഭയന്നു നിൽക്കുമ്പോൾ 2019 ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ അന്ന് മുതൽ തുടങ്ങിയ പോരാട്ടം ഇപ്പോൾ വിജയത്തോട് അടുക്കുകയാണ്. 2026 ഈ ശേഷിക്കുന്ന 18 ജില്ലകളും നക്സൽ മുക്തമാകും എന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അമിത്ഷാ. എങ്ങനെയാണ് അമിത്ഷായുടെ ഈ പ്രവർത്തനങ്ങളെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ വളരെ കൃത്യമായ സധൈര്യം നട്ടലുള്ള പ്രവർത്തനം ഇതിനു വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2019 UAPA നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് അമിത്ഷാ തുടങ്ങിയത്. പിന്നീട് അമിത്ഷാ ചെയ്തത് 15ഓളം വരുന്ന ടോപ്പ് നക്സൽ നേതാക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഇവരെ പിടികൂടാനോ അല്ലെങ്കിൽ ഇവരുടെ ജീവനോടുകൂടിയോ അല്ലാതെയോ പിടികൂടാനായിട്ട് ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിക്കുന്നു. അവർക്ക് വലിയ അധികാരങ്ങൾ നൽകുന്നു. അവർക്ക് മറ്റു നിയന്ത്രണങ്ങളൊന്നുമില്ല. കണ്ടാലുടൻ നശിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് അവർക്ക് നൽകിയിരുന്നത്. അതോടുകൂടി ഈ 15 കൊടും ഭീകരന്മാരെ ലിസ്റ്റിട്ട് വകവരുത്തുകയാണ് പിന്നീട് ചെയ്തത്. അതിനുശേഷം 500-600-ലധികം വരുന്ന ഇവർക്ക് തൊട്ട് താഴെയുള്ള ഈ ഭീകരൻ നേതാക്കന്മാർ, നക്സൽ നേതാക്കന്മാരെല്ലാം കീഴടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല, നക്സലൈറ്റുകൾക്ക്, ഇന്ത്യൻ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആരാണോ പണം നൽകുന്നത്, വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എത്തുന്ന പണം, ആ പണത്തിൻ്റെ ഫ്ലോ ഇല്ലാതാക്കാൻ നമ്മുടെ ഇക്കോണമി അത് ഫോർമലൈസ് ചെയ്യുന്നതിലൂടെ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. അതുമാത്രമല്ല, ഈ ഏതൊരു
അവികസിത ഗ്രാമപ്രദേശങ്ങളെയാണോ ഈ ചുവപ്പ് ഭീകരന്മാർ ഉപയോഗിക്കുന്നത്? അത്തരം ഗ്രാമങ്ങളിലേക്ക് തൊഴിലെത്തിക്കാനും അത്തരം ഗ്രാമങ്ങളിലേക്ക് ആഹാരം എത്തിക്കാനും വിദ്യാഭ്യാസം എത്തിക്കാനും ആരോഗ്യ സംവിധാനങ്ങൾ എത്തിക്കാനും വൈദ്യുതി എത്തിക്കാനും നിക്ഷേപങ്ങൾ എത്തിക്കാനും കേന്ദ്ര സർക്കാർ വലിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതിൻ്റെ ഭാഗമായി ഗ്രാമപ്രദേശങ്ങളിൽ ഈ പറയുന്ന ചുവപ്പ് ഭീകരന്മാരുടെ ഗ്രിപ്പ് കുറയുന്നു. 74ഓളം മാവോയിസ്റ്റ് സംഘടനകളാണ് 2019 ശേഷം ഈ രാജ്യത്ത് നിരോധിച്ചത്. ഇങ്ങനെ നിരോധിച്ചതിന് ശേഷം അവർക്കെതിരായിട്ടുള്ള കൃത്യമായ നടപടി ഉറപ്പാക്കുന്നു. ആ നടപടി വളരെ കൃത്യമായി തന്നെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ പൂർത്തിയാക്കുന്നു. ഇപ്പോൾ 2026ഓടുകൂടി നക്സൽ മുക്ത ഭാരതം എന്ന പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ അടുക്കുകയുമാണ്. ഈ ഘട്ടത്തിലാണ് ഈ മദ്ദി ഹിദ്മ എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനെ സുരക്ഷാ സൈന്യം വധിക്കുന്നത്. ഇത് തീർച്ചയായും ഇന്ത്യയുടെ സമീപകാല നക്സൽ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു വധമാണ് എന്ന് പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊന്നൊടുക്കിയ ഗ്രാമവാസികൾ അവർ ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ 1 ടാർഗറ്റ് നമ്മുടെ സുരക്ഷാ സൈന്യം തന്നെയാണ്. രാഷ്ട്രീയ നേതൃത്വത്തെയാണ് അവർ ആദ്യം ടാർഗറ്റ് ചെയ്തിരുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന് സുരക്ഷ നൽകുന്നത് സുരക്ഷാ സേന ആയതുകൊണ്ട് സുരക്ഷാ സേനയെ പിന്നീട് ലക്ഷ്യം വയ്ക്കുന്നു. പിന്നീട് അവർ ഗ്രാമവാസികളെ ലക്ഷ്യം വയ്ക്കുന്നു. നക്സൽ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനും അതുപോലെ തന്നെ മറ്റ് അധികൃതർക്കും ഒക്കെ നൽകുന്നവരെ ലക്ഷ്യം വയ്ക്കുന്നു. സ്ത്രീകളെ ലക്ഷ്യം വയ്ക്കുന്നു, കുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്നു. അവരിൽ നിന്നും നിർബന്ധപൂർവ്വം റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഇങ്ങനെ രാജ്യത്തുടനീളം വലിയ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു വലിയ സമാന്തര സേനയാണ് ഇപ്പോൾ 2019 മുതൽ 2026 വരെ നടന്ന ഒരു വലിയ ഓപ്പറേഷനിലൂടെ ഇല്ലാതാക്കുന്നത്. രാജ്യം നക്സൽ വിരുദ്ധമാകുമ്പോൾ തീർച്ചയായും നമ്മൾ എന്നെന്നും ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.